ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ പറയുന്നത് കാണ്ട് കുഡിൻ്റെ ഇതിൻ്റെ വ്യത്യാസമാണ്. ഇനി അത് മാത്രമല്ല ക്യാനും കുഡും ഇതിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് പഠിക്കാട്ടോ. കാണ്ട് കുഡിൻ്റെ ക്യാന് കുഡ് ഓക്കെ ഇതിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ. ആദ്യത്തേത് ഐ കാണ്ട് അറ്റൻഡ് ദ ക്ലാസ്. ഈ കാണ്ട് എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഉദാഹരണം എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പറയില്ല, എടാ നിനക്ക് ചെയ്യാൻ പറ്റില്ലടാ, എനിക്ക് പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല. എടാ നിനക്ക് നാളെ വരാൻ പറ്റുമോ? ഇല്ലടാ എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. മീറ്റിങ്ങിന് എത്തില്ലേ? ഇല്ല എനിക്കത് എത്താൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെ പറ്റില്ല, കഴിയില്ല എന്ന് പറയാനാണ് കാണ്ട് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരാൾ പറയണം, മെസ്സേജ് അയക്കണം. സാധാരണ കുട്ടികൾ മെസ്സേജ് അയക്കാറുള്ള, സാറേ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല കേട്ടാ, കഴിയില്ല കേട്ടാ എന്ന് പറയും. അത് കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഐ കാണ്ട് അറ്റൻഡ് ദ ക്ലാസ് ടുഡേ. ഇന്ന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല സാറേ. ഇപ്പോൾ 7:30 ക്ലാസ് ആയിരിക്കും, 7:30 ലൈവ് ക്ലാസ് ആണെന്ന് കരുതാം. അപ്പോൾ ഒരു വൈകുന്നേരം 5 മണിക്കൊക്കെ മെസ്സേജ് അയക്കുവാണ്. വൈകുന്നേരം 7:30 ക്ലാസ് ഉള്ളതിന് വൈകുന്നേരം ഒരു 5 മണിക്ക് മെസ്സേജ് അയക്കണം, സാറേ 7:30 ക്ലാസ്സിന് എനിക്ക് വരാൻ പറ്റില്ല കേട്ടാ, ഐ കാണ്ട് അറ്റൻഡ് ദ ക്ലാസ് ടുഡേ, എനിക്കിന്ന് ക്ലാസ്സിന് വരാൻ പറ്റില്ല. അതാണ് ഓക്കെ റെഡി. ഇപ്പോൾ ഒരാൾ പറയാണ് മീറ്റിങ്ങിൽ ഇന്ന് വരാൻ പറ്റില്ലേ? എടാ ഐ കാൺ മേക്ക് ടു ദി മീറ്റിംഗ് ടുനൈറ്റ്. ഇന്ന് രാത്രി മീറ്റിങ്ങിന് വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഐ കാൺ മേക്ക് ഇറ്റ് ടു ദി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല. പാർട്ടിക്ക് എത്താൻ പറ്റില്ല എന്നെങ്ങനെ പറയാം? ഐ കാൺ മേക്ക് ഇറ്റ് ടു ദി പാർട്ടി ടുനൈറ്റ്. അതായത് വേറൊരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് എത്താൻ പറ്റില്ല എന്നുള്ള അർത്ഥം. ഓക്കെ, വെഡ്ഡിങ്ങിന് എത്താൻ പറ്റില്ലടാ അന്ന് രാത്രി എന്നങ്ങനെ പറയും. ഐ കാൺ മേക്ക് ഇറ്റ് ടു ദി വെഡ്ഡിങ് ടുനൈറ്റ്. ഐ കാൺ മേക്ക് ഇറ്റ് ടു ദി മീറ്റിംഗ് ടുനൈറ്റ്. ഐ കാൺ മേക്ക് ഇറ്റ് ടു ദി പാർട്ടി ടുനൈറ്റ്. ഇന്ന് പാർട്ടിക്ക് എത്താൻ പറ്റില്ല, അന്ന് മീറ്റിങ്ങിന് എത്താൻ പറ്റില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മൾ പറയില്ലേ, എടാ ഞാൻ എൻ്റെ ചാവി കുറേ തിരഞ്ഞു, പക്ഷെ എനിക്ക് അത് കാണുന്നില്ലടാ, എനിക്ക് കാണാൻ കഴിയുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. ഫൈൻഡ് ചെയ്യാനെ കണ്ടെത്താണല്ലോ. ഐ കാണ്ട് ഫൈൻഡ് മൈ കീസ് എനിവെയർ. എനിക്ക് ചാവി എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. റൈറ്റ്, നീ ഇത് ചെയ്യില്ലേ, ഒറ്റക്ക് ചെയ്യില്ലേ? സാറേ ഐ കാണ്ട് ഡു ഇറ്റ് അലോൺ. എനിക്കത് തനിച്ച് ചെയ്യാൻ പറ്റില്ല. ഐ കാണ്ട് ഡു ഇറ്റ് അലോൺ. എനിക്കത് തനിച്ച് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല, പറ്റില്ല, കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാണ്ട് ഉപയോഗിക്കുക കേട്ടോ. റൈറ്റ്, അതിനാണ് ഈ കഴിയുമെന്ന് പറയാനോ ഐ ക്യാൻ എന്ന് പറയാം. എനിക്ക് അത് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് വേറെ ആരും സഹായം വേണ്ട സാറേ, ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ. എനിക്കത് ഒറ്റക്ക് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ. എനിക്കത് തനിച്ച് ഒറ്റക്ക് ചെയ്യാൻ പറ്റും. ഞാനത് തനിച്ച് ചെയ്തുകൊണ്ട് വേറെ ഒരാൾ സഹായം വേണ്ട എനിക്ക്. ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ. എനിക്ക് തനിച്ച് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ ഐ ക്യാൻ. റൈറ്റ്. സോ അതുപോലെ പറയാണ്, ഇടന്ന് രാത്രി മീറ്റിങ്ങിന് എത്തില്ലേ? യെസ്, ഞാനിപ്പോൾ പുറത്താണ്, എന്നാലും ഐ ക്യാൻ മേക്ക് ഇറ്റ് ടു ദി മീറ്റിംഗ്. ഐ ക്യാൻ മേക്ക് ഇറ്റ് ടു ദി മീറ്റിംഗ്. ഓക്കെ, എനിക്കിന്ന് മീറ്റിങ്ങിന് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരാൾ ചോദിക്കാം, ഇന്ന് ക്ലാസ്സിന് വരില്ലേടാ, നീ ഇന്നലെ ഒന്നും വന്നില്ലല്ലോ. ഇന്ന് ക്ലാസ്സിന് തിരക്കൊക്കെ ഉണ്ട് സാറേ, പക്ഷേ എനിക്ക് ഐ ക്യാൻ അറ്റൻഡ് ദ ക്ലാസ് ടുഡേ. പക്ഷെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഞാൻ എങ്ങനെയെങ്കിലും തീർത്തിട്ടൊക്കെ ഐ ക്യാൻ അറ്റൻഡ് ദ ക്ലാസ് ടുഡേ. എനിക്കത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഐ ക്യാൻ അറ്റൻഡ് ദ ക്ലാസ് ടുഡേ. അപ്പോൾ ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും എന്നുള്ള അർത്ഥം. ഐ കാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല, പറ്റില്ല സാറേ എന്നൊക്കെ പറയാൻ. ഓക്കെ, ഇനി ഐ കുഡിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ കുഡിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥം. ഇപ്പോൾ 7:30 ലൈവ് ക്ലാസ് കഴിഞ്ഞു, ഒരു 8:30 ആകുമ്പോൾ ലൈവ് ക്ലാസ് തീർന്നു. ആ ഒരു 9 മണിക്ക് ഒരു കുട്ടി മെസ്സേജ് അയക്കണം, സാറേ ഐ കുഡിൻ അറ്റൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ. ഐ കുഡിൻ അറ്റൻഡ് ദ ക്ലാസ് ടുഡേ. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, സോറി ഐ കുഡിൻ അറ്റൻഡ് ദ ക്ലാസ് ടുഡേ. അല്ലെങ്കിൽ ഇന്നലെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ അറ്റൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ റെഡി. റൈറ്റ്. അതേപോലെ നോക്കൂ, എന്താ അവള് വന്നില്ല, എന്തുണ്ടായ? ഷീ കുഡിൻ കം. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. കണ്ട, കുഡിൻ്റെ പറഞ്ഞാൽ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഐ കുഡിൻ കോൾ ഹിം. എനിക്ക് അവനെ കോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ മീറ്റ് ഹിം. എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ഹിം. എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? ഐ കുഡിൻ ഹെൽപ്പ് ഹിം. എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ സ്റ്റഡി. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ ഷീ കുഡിൻ കം. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. ബിക്കോസ് കാരണം ഷി വാസ് ഫീലിംഗ് സിക്ക്. അവൾക്ക് വയ്യായിരുന്നു. ഷി വാസ് ഫീലിംഗ് സിക്ക്. അവൾക്ക് വയ്യായിരുന്നു. ഷീ കുഡിൻ കം. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഷി വാസ് ഫീലിംഗ് സിക്ക്. അവൾക്ക് വയ്യായിരുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി കഴിഞ്ഞു എന്ന് പറയാനോ കുഡ് എന്ന് പറഞ്ഞാൽ മതി. എനിക്കതിന് സാധിച്ചു, എനിക്കതിന് കഴിഞ്ഞു. അല്ലെങ്കിൽ അവൾക്ക് വരാൻ കഴിഞ്ഞു. ഓക്കെ, ഷീ കുഡ് കം. അവൾക്ക് വരാൻ കഴിഞ്ഞു. അവള് എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിരുന്നു, ബട്ട് ഷീ കുഡ് കം. അവൾക്ക് വരാൻ കഴിഞ്ഞു. ഓൾറൈറ്റ്. അതേപോലെ
ഐ കുഡ് മീറ്റ് ഹിം, എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് മീറ്റ് ഹിം, എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കുഡിൻ്റ് പറഞ്ഞാൽ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഗോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ പ്ലേ, എനിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ കോൾ ഹിം, എനിക്ക് അവനെ കോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുഡ് പറയുമ്പോൾ കഴിഞ്ഞു. ഐ കുഡ് ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു. റൈറ്റ്, എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഐ കുഡ് ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അല്ലേ. ഐ കുഡ് ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു. റൈറ്റ്. സോ ഐ കുഡ് സ്റ്റഡി വെൽ, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ എന്നും നേരം വൈകിട്ട് പഠിക്കാറ്, പക്ഷേ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പഠിച്ചു. അതുകൊണ്ട് ഐ കുഡ് സ്റ്റഡി വെൽ, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഐ കുഡ് സ്റ്റഡി വെൽ, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഞാൻ അവനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കരുതിയത്. ബട്ട് എന്താണെങ്കിലും ദൈവാനുഗ്രഹത്താൽ ഐ കുഡ് മീറ്റ് ഹിം, എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറയാം ഐ കുഡിൻ മീറ്റ് ഹിം, എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ.